ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നേർവയിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായി നിൽക്കുവാൻ വലിയവനായ ദൈവം സഹായിച്ചതിനായി തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഷ്ട എന്ന വിഷയത്തുള്ള ബന്ധത്തിൽ തുടർച്ചയായി ഇത് 9ാമത്തെ വീഡിയോ ആണല്ലോ. കഷ്ടത ശാപമോ, കഷ്ടത കൊണ്ട് എന്തെങ്കിലും നന്മയുണ്ടോ എന്നൊക്കെ നാം ചിന്തിച്ചു. കഷ്ടതയാൽ ഉള്ള അല്ലെങ്കിൽ കഷ്ടത മൂലം നമുക്ക് ഉണ്ടാകുന്ന ഗുണഗണങ്ങൾ അനവധിയാണെന്നും അതിൽ 12 ചിന്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. കഷ്ടത കൊണ്ട് വിശുദ്ധീകരണം ഉണ്ടാകുന്നു. മാത്രമല്ല നമ്മെ സഹിഷ്ണുത അല്ലെങ്കിൽ അതിജീവന സഹനത്തിലേക്ക് നയിക്കുന്നു. കഷ്ടത സ്വഭാവ രൂപീകരണത്തിന് കാരണമാകുന്നു. കഷ്ടത പ്രത്യാശ വർദ്ധിപ്പിക്കുന്നു. കഷ്ടത സ്വർഗീയ പ്രതിഫലത്തെക്കുറിച്ചുള്ള വാഞ്ച വർദ്ധിപ്പിക്കുന്നു. കഷ്ടം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ നമ്മെ സഹായിക്കുന്നു. മാത്രമല്ല നമുക്ക് സ്വർഗീയ സന്തോഷം അനുഭവവേദ്യമാക്കുന്നു. അതുമാത്രമല്ല കഷ്ടം അനുഭവിച്ച കർത്താവിനോട് താതാത്മ്യം പ്രാപിക്കുന്നവരാക്കി തീർക്കുന്നു. ദൈവനാമം നമ്മൾ മഹത്വപ്പെടുന്നു. സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് കാരണമാകുന്നു. ഇങ്ങനെ മാത്രമല്ല അത് അത്രയും കൂടെ മാത്രമല്ല നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്നു, നമുക്ക് ശക്തി പകരുന്നു, നമ്മെ സ്ഥിരതയുള്ളവരാക്കുന്ന. ചുരുക്കത്തിൽ കഷ്ടത കൊണ്ടുണ്ടാകുന്ന ഗുണഗണങ്ങൾ വർണ്ണനാതീതമാണ്. ഇന്ന് ആധുനിക കാലത്ത് സാത്താൻ തന്ത്രപരമായി ദൈവസഭയ്ക്കുള്ളിൽ കടന്ന് ഉപദേശക്കാറ്റുകളാൽ ദൈവദാസന്മാരെന്ന് പറയുന്ന പലരെയും സ്വാധീനിച്ച് അവരുടെ വായിൽ പോഷ്കിൻ്റെ ആത്മാവായി തീർന്ന് അങ്ങനെ വചനം ഉപയോഗിച്ച് തന്നെ ജനത്തെ വഴിതെറ്റിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാം. അത് എന്തിനു പറയുന്നു, ഇന്ന് സാർവത്രികമായി തീർന്നിരിക്കുന്ന കാലമാണ്. ആളുകൾ കേൾക്കാൻ ഇൻപമായതിൻ്റെ പുറമേ അല്ലെങ്കിൽ ലളിതമായതിൻ്റെ പുറമേ ഓടിക്കൂടുന്ന കാലഘട്ടവും. അപ്പോൾ കഷ്ടത കൊണ്ട് ഇത്രയും ഗുണമുണ്ടെന്ന് നാം ചിന്തിച്ചല്ലോ. നമ്മെ രൂപാന്തരപ്പെടുത്തി, നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തി, കർത്താവിനെ പോൽ നമ്മെ ആക്കി തിരുസൽ വിശുദ്ധീകരിച്ച് തിരുസൽ കൊണ്ടു നിർത്തുവാൻ ദൈവം കഷ്ടത ഉപയോഗിക്കുന്നു. ഒരിക്കലും അത് നഷ്ടമല്ല, അത് ലാഭം തന്നെയാണ്. ഇന്ന് ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്, കഷ്ടത വരുമ്പോൾ അല്ലെങ്കിൽ കഷ്ടത നേരിടുമ്പോൾ ഒരു ഉപദ്രവമോ പ്രയാസമോ പട്ടിണിയോ ദാരിദ്ര്യമോ മറ്റു വിധത്തിലുള്ള വിധങ്ങളായ പ്രശ്നങ്ങൾ നമുക്ക് നേരിടുമ്പോൾ ദൈവ പൈതൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസി അവൻ ചെയ്യേണ്ടത് എന്താണ്, ദൈവവചനത്തെക്കുറിച്ച് എന്ത് പറയുന്നു, ആ ബന്ധത്തിൽ കുറേ കാര്യങ്ങൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിനുള്ള ബന്ധത്തിൽ ഒരു വാക്യം വായിക്കട്ടെ. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 13-ാം വാക്യം. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. സുഖം അനുഭവിക്കുന്നവൻ പാട്ടെ. കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ നമുക്ക് കഷ്ടത വരുമ്പോൾ, പ്രത്യേകിച്ച് വീണ്ടും ജനനം പ്രാപിച്ച ദൈവ പൈതലിന് കഷ്ടത നേരിട്ടാൽ അവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു. സാധാരണ സംഭവിക്കുന്നത്, നമുക്കൊരു പ്രശ്നമുണ്ടായാൽ വിദഗ്ധാഭിപ്രായം തേടാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കാനോ മറ്റ് പല കാര്യങ്ങൾക്കായി നാം ഒരുങ്ങാറുണ്ട്. എന്നാൽ ദൈവവചനം അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്നാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. യാക്കോബ് പറയുന്നു, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. കഷ്ടതയിൽ നമുക്ക് കഷ്ടതയും പ്രയാസവും ഭാരവും ഞെരുക്കവും ദുഃഖവും എല്ലാം ഉണ്ടാകുമ്പോൾ ഒരു ദൈവം ചെയ്യാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ദിവസം മറ്റനേക വാക്യങ്ങൾ ആ ബന്ധത്തിൽ കാണാം. എന്നാലും ഞാൻ 50-ാം സങ്കീർത്തനം 15-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. 50-ാം സങ്കീർത്തനം 15-ാം വാക്യം അതിലിങ്ങനെ പറയുന്നു, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ കഷ്ടത വരുമ്പോൾ നമുക്ക് വിളിച്ചപേക്ഷിക്കാൻ ഒരു സ്ഥലമുണ്ട്. എപ്പോഴും നമ്മുടെ ശബ്ദം കേൾക്കുന്ന, നമുക്ക് സമയസ്ഥനായിരിക്കുന്ന ഒരുവനുണ്ട്.
ഞാൻ എപ്പോഴും ഈ അടിക്കടി ഓർപ്പിക്കാറുള്ള ഒരു വാക്യം കൂടെ 46-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലുണ്ടല്ലോ. 46-ാം സങ്കീർത്തനം 1-ാം വാക്യം, ദൈവം നമ്മുടെ സംഗീതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കഷ്ടകാലത്ത് ദൈവം ഏറ്റവും അടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ദൈവസ്ഥാനത്തെ സംശയിക്കുകയല്ല, പിന്നെയോ കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിക്കുക. എന്നിട്ട് വ്യക്തമായി പറയുന്നു, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ കഷ്ടവേളകളിൽ തക്ക തുണയായി സഹായകനായി നമ്മോട് കൊള്ളത് നമ്മുടെ കർത്താവാണ്. അവൻ കഷ്ടം വരുമ്പോൾ ഓടിപ്പോകുന്നതിനല്ല. യെശയ്യാപ്രവചനം 43 അധ്യായത്തിൽ പറയുന്നല്ലോ, നീ വെള്ളത്തിൽ കൂടെ കിടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഇരിക്കും, അത് നിന്റെ മീതെ കവിയത്തില്ല. നീ തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. കാരണം സാക്ഷാൽ അഗ്നിയായവൻ നമ്മോട് കൂടിയിരിക്കുമ്പോൾ നാം തളർന്നു പോകത്തില്ല, തകർന്നു പോകത്തില്ല. ദൈവഹിത പ്രകാരം കഷ്ടം അനുഭവിക്കുന്ന ഒരു ദൈവത്തിൽ അതിൻ്റെ മധ്യത്തിൽ തളർന്നു പോവുകയോ തകർന്നു പോവുകയല്ല വേണ്ടത്. ദൈവത്തോട് പ്രാർത്ഥിക്കുക. 107-ാം സങ്കീർത്തനത്തിൽ 4 പ്രാവശ്യം ഒരേ വാക്യം കാണാം. എന്താണെന്നറിയാം, 4 സാഹചര്യങ്ങളുള്ളവൻ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ സഹിക്കാൻ പറ്റാത്ത, തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടായപ്പോൾ അവർ ചെയ്തതെന്ത്? അവർ 6-ാം വാക്യം, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. 13-ാം വാക്യം, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. 19-ാം വാക്യം, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. പിന്നെയും 28-ാം വാക്യം, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. ചുരുക്കി പറഞ്ഞാൽ, ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും നമുക്ക് അഭയം തേടുവാനൊരു സ്ഥലമുണ്ട്. ഒരിക്കലും കൈവിടാത്ത, ഒരിക്കലും ഉപേക്ഷിക്കാത്ത, മാറിക്കളയാത്ത, തിരുമുഖം അന്വേഷിക്കുമ്പോൾ ഒരിക്കലും മാറാത്ത ഒരു കർത്താവ് നമുക്കുണ്ട്. അപ്പോൾ കഷ്ടത വരുമ്പോൾ ചെയ്യാവുന്നത് ഏറ്റവും നല്ല മാർഗം പ്രാർത്ഥിക്കുക, ദൈവത്തോട് സമയം ചെലവഴിക്കുക, ദൈവസന്നിധിയോട് അടുക്കുക. ഇന്ന് കാണുന്നത് കഷ്ടത വരുമ്പോൾ ദൈവസന്നിധിയിൽ നകലുന്ന പ്രവണതയാണ് മൊത്തത്തിൽ കാണുന്നത്. എന്നാൽ ദൈവം പറഞ്ഞു, എന്നോട് അടുത്തു വാ. എബ്രായലേഖനം 4-ാം അധ്യായത്തിലുണ്ടല്ലോ. അതുകൊണ്ട് കണ്ണ് ലഭിപ്പാനും തൽസമയത്ത് അല്ലെങ്കിൽ തക്ക സമയത്ത് സഹായത്തുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സാതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല നാം സേവിക്കുന്ന യേശു. നാം സേവിക്കുന്ന കർത്താവ് സാക്ഷാൽ വിശ്വസ്തനായവൻ, ഏത് കഷ്ടത്തിലും നമ്മെ സഹായിപ്പാൻ മതിയായവൻ. അപ്പോൾ നാം ചെയ്യേണ്ടത് ഇതാണ്: കഷ്ടങ്ങളിൽ ദൈവത്തോട് അടുക്കുക, ദൈവസ്ഥൽ പ്രാർത്ഥിക്കുക, ദൈവസ്ഥൽ താണിരിക്കുക. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കഷ്ടം അനുഭവിക്കാൻ പ്രാർത്ഥിക്കട്ടെ. കഷ്ടതകളിൽ മാറാത്ത, കൈവിടാത്ത നല്ല കർത്താവാണ് നമുക്കുള്ളത്. പരശതം ഭക്തന്മാരുടെ അനുഭവങ്ങൾ ആ ബന്ധത്തിൽ ഓർക്കാനുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടുകളെല്ലാം ജീവിച്ചിരുന്ന എണ്ണമറ്റ കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയ ഭക്തശിരോമണികളെല്ലാം ഇതിന് സാക്ഷികളാണ്. ദൈവം അവരെ കൈവിട്ടിട്ടില്ല. ചരിത്രത്തിൽ വ്യക്തിമുദ്ര പതിച്ച വ്യക്തികൾ എല്ലാം ധൈര്യമായി പറയും, എൻ്റെ കഷ്ടങ്ങളിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവൻ എനിക്ക് ഉത്തരമല്ലേ. 50-ാം സങ്കീർത്തനം പറഞ്ഞാൽ, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ ഉത്തരമല്ലും, നീ എന്നെ മഹത്വപ്പെടുത്തും. നിർഭാഗ്യവശാൽ ആത്മീയ മണ്ഡലത്തിൽ അതിന് സമയമില്ലാതായിപ്പോയി. ആരെല്ലാം അവൻ്റെ മുഖം അന്വേഷിക്കുന്നോ, ആരെല്ലാം കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നോ, അവർക്കെല്ലാം അവൻ്റെ കരം അനുകൂലമാണ്, അവൻ്റെ കരം പ്രവർത്തിക്കും. കാരണം നമ്മുടെ അവസ്ഥ അറിയുന്നവൻ മാത്രമല്ല, നമ്മുടെ ഭൂതം മാത്രമല്ല ഭാവിയും നന്നായി അറിയുന്ന ദൈവം നമുക്കുണ്ട്. ആകയാൽ കഷ്ടകാലത്ത് നാം ഇത് ചെയ്യുക, അവനെ വിളിച്ചപേക്ഷിക്കുക. മാത്രമല്ല, രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, 2 തിമോഥെയോസ് 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ
പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. കഷ്ടം സഹിക്കുക. 2, കഷ്ടം സഹിക്കുക. കഷ്ടത്തിൽ നിന്ന് നമുക്ക് ഓടിക്കാൻ സാധിച്ചേക്കാം, പക്ഷേ അത് പരിഹാരമല്ല. കഷ്ടം അവിടെ സഹിക്കുക എന്ന് പറഞ്ഞത് ഇംഗ്ലീഷിൽ കൊടുത്ത് എൻഡ്യോർ. അത് അങ്ങ് ഗതികെട്ട് എന്താ പറയുന്ന അവശരായി വേറൊരു വഴിയുമില്ലാതെ അങ്ങ് സഹിക്കുക എന്നുള്ളതല്ല. ഞാൻ ഇത് അനുഭവിക്കുക, സഹിക്കുന്നല്ല, അനുഭവിച്ചു പോകുന്നു, എന്ത് ചെയ്യാം, എൻ്റെ വിധി എന്ന് സ്വയം പഴിച്ച ഗതികേട് കൊണ്ട് അനുഭവിച്ചു പോകുക എന്നുള്ള അർത്ഥമല്ല അവിടെയുള്ളത്. എൻഡ്യോർ എന്ന് പറയുമ്പോൾ തന്നെ എൻഡ്യൂറൻസ് അല്ലെങ്കിൽ അതിജീവന ശക്തി. അപ്പോൾ ഗതികേട് കൊണ്ട് സഹിക്കുന്നതല്ല, അതിനെ നേരിടുക. 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലും തീമോഥെയോസ് പൗലോസ് പറഞ്ഞു, നീയോ സകലത്തും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക. പൗലോസിൻ്റെ അന്ത്യ സന്ദേശമായി തീമോഥെയോസിനോട് പറയാനുള്ളതാണ് കഷ്ടം സഹിക്കുക. അതിന് ആ 2-ാം ലേഖനത്തിൽ നിരന്തരം പ്രധാനമായി എടുത്തു പറയത്തക്ക ഒരു വാക്കാണ് സഹിക്കുക, എൻഡ്യോർ. സഹനശക്തിയുള്ളവനായിരിക്കുക. കഷ്ടം വരുമ്പോൾ അതിൽ നിന്ന് ഓടി ഒളിക്കുകയല്ല എന്ന് ആത്മീയ രംഗത്ത് തന്നെ നിർഭാഗ്യവശാൽ ചില സംഭവങ്ങൾ കാണാം. പലരും പല ദൈവദാസന്മാർ പോലും ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം കാണുന്നു. എന്ത് ന്യായം പറഞ്ഞാലും മുൻപ് അങ്ങനത്തെ കാര്യം കേട്ടുകഴിവില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഏതാണ്ട് സാധാരണമായിക്കൊണ്ടിരിക്കുന്നു. അതിനെ ഓടിയൊളിക്കുക, പ്രശ്നങ്ങളിൽ നിന്ന് ഓടിയൊളിക്കുക, അതല്ല, അതിനെ നേരിടുക, അതിനെ സഹിക്കുക, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കത്തക്ക രീതിയിൽ റോമലേഖനത്തിൽ നമ്മൾ ചിന്തിച്ച പോലെ കഷ്ടത സഹിഷ്ണുതയെ ഉണ്ടാക്കുന്നു. അപ്പോൾ സഹിഷ്ണുതയ്ക്ക് കാരണമാണെന്ന് പറഞ്ഞ പോലെ കഷ്ടതയിൽ നിന്ന് അതിനെ എൻഡ്യോർ ചെയ്യുക, അതിനെ അതിജീവിക്കുന്ന അതിജീവന ശക്തിയുള്ളവരാകുക, സഹനശക്തിയുള്ളവരാകുക. അപ്പം ആ ബന്ധത്തിൽ വേറൊരു കാര്യം പ്രധാനമായി ചിന്തിക്കാനുണ്ട്. കഷ്ടത സഹിക്കണമെങ്കിൽ നമുക്കെന്ത് വേണം? അല്ലേ സഹിക്കാൻ പറ്റുകയില്ല. കഷ്ടം സഹിക്കാൻ ചില പ്രത്യേക കാര്യങ്ങൾ വേണം, അല്ലാത്തവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് നാം സഹിക്കുന്നു? പൗലോസും പറഞ്ഞു, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. എന്തുകൊണ്ട്? റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ, കഷ്ടതയോ നഗ്നതയോ ആപത്തോ പട്ടിണിയോ വാളോ എന്തു വന്നാലും താഴെ കുറേ 35-ാം വാക്യം മുതൽ ഇങ്ങനെ പൗലോസ് പറഞ്ഞല്ലോ 8-ാം അധ്യായത്തിൽ, ഒന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കത്തില്ല. അതിന് കാരണം എന്താണ്? അതായത് 2-3 കാര്യങ്ങൾ ഞാൻ ആ ബന്ധത്തിൽ ഓർപ്പിക്കാം. നമുക്ക് ഒരാൾക്ക് വേണ്ടി സഹിക്കണമെങ്കിൽ, ഇപ്പോൾ ഒരമ്മ തൻ്റെ കുഞ്ഞിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ്. അതിന് കാലത്തെ അമ്മമാരെല്ലാം ഇല്ല, എന്നാലും ഭൂരിപക്ഷം എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ്. എന്തുകൊണ്ട് ത്യാഗം സഹിക്കുന്നു? തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട്. ഇതുപോലെ കർത്താവായ യേശുവിനോടുള്ള ആത്മാർത്ഥമായ യഥാർത്ഥ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവന് വേണ്ടി എന്ത് സഹിക്കാനും നമുക്ക് ബുദ്ധിമുട്ടില്ല. യാക്കോബ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരനുഭവം നമുക്ക് കാണാമല്ലോ. യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചതുകൊണ്ട് അതവന് അല്പകാലവും തോന്നി. അവളെ കിട്ടുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് സേവ ചെയ്യാം, ലാബനോട് പറഞ്ഞതാ. ഇതുപോലെ സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ പ്രേമഭാജനത്തിന് വേണ്ടി നാം എന്തും സഹിക്കും. കർത്താവ് യേശുവിനോടുള്ള യഥാർത്ഥ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവന് വേണ്ടി എന്ത് സഹിപ്പാൻ നമുക്ക് മടിയില്ല. 1-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വാക്യത്തിൽ ഒരു കാര്യം കാണാം. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേതെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഞാൻ കർത്താവ് യേശുവിനെ എൻ്റെ നേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടേയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും കണ്ടെന്ന് പറയുന്നെങ്കിൽ
ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടില്ല എങ്കിലും ഞാൻ അവനെ സ്നേഹിക്കുന്നു. കാരണം ഞാൻ അവൻ്റെ സ്നേഹം അനുഭവിച്ചു. അവൻ ആദ്യം എന്നെ സ്നേഹിച്ചു. എൻ്റെ പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന്, വൻ വിപത്തിൽ നിന്നെല്ലാം യേശു ക്രിസ്തു എന്നെ വിടുവിച്ചു. എന്നെ തേടി എന്നെ അത്രമാത്രം സ്നേഹിച്ച, നിത്യജീവനെ അവകാശമാക്കിയ എൻ്റെ യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു. അപ്പോൾ യേശു നിമിത്തം എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ ഭാരമോ വന്നാൽ അതിന് കാരണം ഞാൻ അവൻ എന്നെ സ്നേഹിച്ചു, ഞാൻ അവനെ സ്നേഹിക്കുന്നു. അപ്പോൾ നമുക്കുള്ള സ്നേഹത്തിന് ആനുപാതികമായി മാത്രമേ നമുക്ക് സഹിക്കാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മിലുള്ള ആത്മീയ ശക്തി എത്രമാത്രമുണ്ടോ അതിന് ആനുപാതികമായിട്ടേ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മേൽ ദൈവശക്തി വേണ്ടവണ്ണം വ്യാപരിക്കുന്നില്ല എങ്കിൽ, നാം അത് അനുഭവിക്കുന്നില്ല എങ്കിൽ നമുക്ക് സഹിക്കാനും പറ്റത്തില്ല. ഇപ്പോൾ 50 കിലോ ഭാരം ഒരു 5 വയസ്സുകാരൻ്റെ തോളയിൽ പിടിച്ചു വെച്ചാൽ അവൻ നിലത്ത് വീഴ്ത്തേ ഉള്ളൂ, തീർന്നു. കാരണം അവന് സഹിക്കാനും അവന് ബലമില്ല. ഇതുപോലെ നമ്മുടെ അകത്ത് ആത്മബലം, ആത്മീയ ബലം എത്രത്തോളം ഉണ്ടോ അതിനാനുപാതികമായി നാം അവന് വേണ്ടി സഹിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ കാണാം, നിനക്ക് അല്പമേ ബലമുള്ളെങ്കിലും, ബലം അല്പമാണ് എങ്കിലും നീ എൻ്റെ വചനം കാത്തു. ആ ഉള്ള ബലം കൊണ്ട് നീ എൻ്റെ വചനം കാത്തു. അപ്പോൾ വിഷയം ഇതാണ്, നമുക്കുള്ള ബലത്തിൻ്റെ ശക്തിയുടെ അതിന് ആനുപാതികമായി മാത്രമേ നമുക്ക് സ്നേഹിക്കാൻ കഴിയുള്ളൂ. മാത്രമല്ല വേറൊരു കാര്യമുള്ളത്, മൂന്നാമത് എനിക്ക് പറയാൻ, ആ ബന്ധത്തിൽ എനിക്ക് പറയാനുള്ളത്, നാം സഹിക്കണമെങ്കിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാം. നമുക്കുള്ള വിശ്വാസത്തിന് ആനുപാതികമായി മാത്രമേ നാം സഹിക്കുള്ളൂ. വിശ്വാസത്തിന് ആനുപാതികമായിട്ട്. ഉള്ളിൽ വിശ്വാസമില്ലെങ്കിൽ അവനെ കാത്തിരിക്കില്ല, അവനായി സഹിക്കത്തില്ല. വിശ്വാസമുണ്ടെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും എൻ്റെ കർത്താവിനെ വിടുവിക്കും. അവിടെ സംശയമില്ല, അവിടെ ചോദ്യമില്ല. കാരണം എൻ്റെ കർത്താവ് ജീവിക്കുന്നു, അവൻ എല്ലാത്തിനും മതിയായവൻ, അവനെ വിടുവിപ്പാൻ ശക്തൻ. ഇതുവരെയുള്ള ജീവിതത്തിൽ നാളത്തെ കാര്യം കർത്താവിൻ്റെ കയ്യിലാണ്. ഇതുള്ള ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചപ്പോഴും, പലതരം വർണ്ണിക്കാനാവാത്ത രോഗങ്ങൾ ആഞ്ഞടിച്ചപ്പോഴും, വർണ്ണിക്കാനാവാത്ത നിലയിൽ ഞെരുക്കങ്ങൾ കൂടെ കടന്നുപോയപ്പോഴും എല്ലാം എന്നെ പിടിച്ചു നിർത്തിയത് ആ വിശ്വാസം മാത്രമാണ്. വിശ്വാസം, നമ്മൾ ഉള്ള വിശ്വാസത്തിന് ആനുപാതികമായി മാത്രമേ നമുക്ക് അവന് വേണ്ടി അവനെ ആ കഷ്ടം സഹിക്കാൻ സാധ്യമാകത്തുള്ളൂ. അപ്പോൾ കഷ്ടം സഹിക്കാമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുയേശുവിനെ നല്ല പഠനമായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാമെന്ന് പൗലോസ് പറഞ്ഞപ്പോൾ, ആ ക്രിസ്തുയേശു ആരാണെന്നും അവനിൽ ആശ്രയിച്ചാൽ എന്താണെന്നും ഉള്ള വിശ്വാസം. കാരണം തീമോഥെയോസിനെ കുറിച്ച് പൗലോസിന് ഒരു കാര്യം എടുത്തു പറയാനുണ്ട്. മറ്റ് പലർക്കും ഇല്ലാത്തൊരു കാര്യം തീമോഥെയോസിനെ കുറിച്ച് പൗലോസ് പറഞ്ഞായിരുന്നു. 1-ാം അധ്യായത്തിലുണ്ടല്ലോ, നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം 1-4 വാക്യത്തിലുണ്ട്. നിന്റെ 2 തീമോഥെയോസ് 1:4 അവിടെ ഞാൻ പൂർണ്ണന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. അവരോട് പറഞ്ഞാൽ ഇത് മനസ്സിലാകും, അല്ലാത്തവരോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നിർവ്യാജ വിശ്വാസം ദൈവത്തിലുണ്ടെങ്കിൽ, കർത്താവിലുണ്ടെങ്കിൽ, അവനറിയാതെ ഒന്നും വരില്ല എന്ന ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഷ്ടം സഹിക്കുന്നത് നമുക്ക് പ്രശ്നമല്ല. സാരമില്ല, സാരമില്ല, സാരമില്ല. എപ്പോഴും എന്തായാലും സാരമില്ലെന്ന്. ഉല്യോഷം എന്ന് പലരും പറയാറുണ്ട്. ഒരു ചെറിയ രോഗം വരുമ്പോഴോ, ഒരു ചെറിയ പ്രയാസം വരുമ്പോഴോ, ചെറിയ ഞെരുക്കം വരുമ്പോഴോ, അല്ലെങ്കിൽ ഭൗമികമായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴോ, ആരെങ്കിലുമൊക്കെ ഒന്ന് കണ്ണുരുട്ടിയാലോ, അയ്യോ വലിയ പോരാട്ടം എന്ന് പലരും പറയാറുണ്ട്. അതിന് കാരണം എന്താണെന്നറിയാമോ? വിശ്വാസത്തിൻ്റെ അളവ് അത്രയേ ഉള്ളൂ. നിർവ്യാജമായി, അക്ഷയമായി കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിന് വേണ്ടി എന്ത് സഹിക്കുന്നത് നമുക്ക് പ്രശ്നമല്ല. മാത്രമല്ല, ഞാനിത് വേഗത്തിലങ്ങ് പറഞ്ഞു വിടുകയാണ്. നമ്മെ വിളിച്ച വിളിയുടെ ആ വിളിയെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ
അതിന് ആനുപാതികമായി നാം സഹിക്കും. പൗലോസ് അതാണല്ലോ പറയുന്നത്. 1 തീമോഥെയോസ് 1-ാം അധ്യായം 11-12 ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചു വരിച്ച പലർക്കും ഈ ഉപനിധി എന്താണെന്നും പലർക്കും മനസ്സിലായിട്ടില്ല. മറ്റ് ഭാഷാന്തരങ്ങൾ നോക്കുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാകും. ഞാൻ അവൻ്റെ കയ്യിൽ എന്ത് ഏൽപ്പിച്ചോ അത് അന്ന് വരെ സൂക്ഷിക്കാൻ അവൻ ശക്തനാണെന്ന് ഉറച്ചും എനിക്ക് തോന്നുന്നു എന്നല്ല, കേട്ടിട്ടുണ്ടെന്നല്ല. എന്തുകൊണ്ടാണ് സഹിക്കുന്നത്? തൻ്റെ വിളിയെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം അവനുണ്ടായപ്പോൾ അവൻ പറയുന്നു, എനിക്കൊരു പ്രശ്നമില്ല, എന്നെ വിളിച്ചത് ആരാണെന്ന് എനിക്കറിയാം, ആരിലാണ് ആശ്രയിക്കുന്നത് എനിക്കറിയാം. ഞാൻ എപ്പോഴും പാടി സന്തോഷിക്കുന്ന എമിച്ചരച്ചനൊരു പാട്ടുണ്ട്, ആരിലാണ് ആശ്രയം എന്നെനിക്കറിയാം, അവൻ ഉപനിധി ഒടുവോളം കാക്കും. ആ ദിവസം വരെ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്, അവൻ കൈവിടത്തില്ല. അപ്പോൾ ആ വിളിച്ച ദൗത്യത്തെക്കുറിച്ചുള്ള, എന്നെ ഏൽപ്പിച്ച ദൗത്യവന്തനെക്കുറിച്ചുള്ള, എന്നെ വിളിച്ചവനെക്കുറിച്ചുള്ള ശരിയായ ബോധ്യം എനിക്കുണ്ടെങ്കിൽ എനിക്കത് പ്രശ്നമില്ല. പൗലോസിൻ്റെ ആ ദമസ്കോസിൻ്റെ വാതിൽക്കൽ വെച്ച് പൗലോസിനെ സന്ദർശിച്ചതിനെക്കുറിച്ച് ദമസ്കോസിൽ പാർക്കുന്ന അന്യാസിനോട് ദൈവം പറഞ്ഞ ഒരു സംഭവം അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിലുണ്ട്. എൻ്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം സഹിക്കാണ്ടിരിക്കുന്നുവെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അപ്പോൾ പൗലോസിനെ വിളിച്ചത് സഹിക്കാനാ, ഞാൻ അവനെ കാണിക്കും. അനന്യാസ് കർത്താവേ, ആ മനുഷ്യൻ ഭയങ്കരനാണല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ദൈവം ഇങ്ങനെ പറഞ്ഞത്, നീ ചെല്ല്, അവൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാണ്, അവൻ എൻ്റെ നാമത്തിന് വേണ്ടി എന്തെല്ലാം സഹിപ്പാനിരിക്കുന്നു എന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. നോക്കണം. അപ്പോൾ കഷ്ടത വരുമ്പോൾ നാം ഓടി ഒളിക്കുകയല്ല, രക്ഷപ്പെടാൻ നോക്കുകയല്ല, പിന്നെയോ അതിനെ നേരിട്ട് അതിനെ അതിജീവിക്കുക, അല്ലെങ്കിൽ അതിനെ സഹിക്കുക, എൻഡ്യൂറൻസ് ഉള്ളവരാകുക. കഷ്ടതയിലങ്ങ് ആവിയായി പോവുകയല്ല, അതിനെ നേരിട്ട് അതിൽ കൂടെ അതിനെയും അതിജീവിക്കത്തക്ക രീതിയിൽ ബലം പ്രാപിച്ച് മുന്നോട്ട് വരിക. ദൈവത്തിൽ ഒരിക്കലും കഷ്ടതയിൽ ആവിയായി പോകാനുള്ളതല്ല, പിന്നെയോ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്വം വെളിപ്പെടുത്തി അത് നിലനിന്ന് കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ അതുമൂലം ചെയ്ത് ദൈവനാമം ശക്തിയായി മഹത്വപ്പെടാനുള്ളതാണ്. നിർഭാഗ്യവശാൽ നാം അറിയത്തക്ക രീതിയിൽ പലതും അങ്ങനെ സംഭവിക്കുന്നില്ല. എന്നാൽ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇന്നും എണ്ണമറ്റ കഷ്ടങ്ങൾ കൂടെ കടന്നുപോകുന്ന, കഷ്ടങ്ങൾ സന്തോഷിക്കുന്ന, പരാതി പറയാത്ത, പിറുപിറുക്കാത്ത, സ്തോത്രം ചെയ്യുന്ന, അതിനെ സഹിക്കുന്ന അനവധി ദൈവമക്കളുണ്ട്. അപ്പോൾ ഞാൻ ഈ 4 ചിന്തയാണ് ആ ബന്ധത്തിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, നമുക്കുള്ള സ്നേഹത്തിന് ആനുപാതികമായി മാത്രമേ നമുക്ക് സഹിക്കാൻ കഴിയുള്ളൂ. എഫേസ്യരിലെ 6-ാം അധ്യായം അവസാന വാക്യം ഇങ്ങനെയാണ്, നമ്മുടെ കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന ഇവരോടും കൂടെ കൃപയുണ്ടായിരിക്കുമാറാകട്ടെ. അക്ഷയമായി നമുക്കത് കഴിയുന്നു. അവനോട് നമുക്കതുപോലെ സ്നേഹമുണ്ടെങ്കിൽ എന്തും വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിപ്പാൻ നമ്മുടെ സ്നേഹം ജനുവിനായിരിക്കട്ടെ. കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ എന്ത് വന്നാലും അതിൽ നാം ചഞ്ചലപ്പെടുത്തില്ല, നാം അത് സഹിക്കും. നമ്മുടെ മേൽ ദൈവശക്തി, നാം പ്രാപിച്ചിരിക്കുന്ന ആത്മശക്തി അത്രത്തോളമെങ്കിൽ കഷ്ടത വരുമ്പോഴൊക്കെ ഒരാരോഗ്യമുള്ള മനുഷ്യന്, നല്ല പരിശീലനമുള്ളവന് സാധാരണ ഒരാളെടുക്കുന്നതിനേക്കാൾ ചുമടെടുക്കാൻ പണി ചെയ്യാൻ സാധിക്കും. ഞാൻ ഒരു 10 കിലോ സാധനം എൻ്റെ കൈ കൊണ്ട് പൊക്കുമ്പോഴേക്ക് ഇത് വെയിറ്റാന്ന് തോന്നും. എന്നാൽ ഒരു ആരോഗ്യമുള്ളവൻ, നല്ല ബലമുള്ളവൻ 50 കിലോ ഉള്ള ചാക്ക് നിസ്സാരമായി പൊക്കിയെടുക്കും. നിസ്സാരമായിട്ട്. കാരണം അവന് ആരോഗ്യമുണ്ട്, അതിന് ആനുപാതികമായ ആരോഗ്യമുണ്ട്. എനിക്ക് എൻ്റെ മേൽ
കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ഞാൻ ശക്തിപ്പെടുന്നവനെങ്കിൽ, ആ ശക്തി എന്നിൽ വ്യാപരിക്കുന്നെങ്കിൽ, ഞാൻ ആ ശക്തിക്ക് ആനുപാതികമായ പ്രശ്നങ്ങളെ നേരിടും, അതിനെ അതിജീവിക്കും. ഇത് സാരമില്ലാകയാൽ ഇഞ്ഞിരിക്കുമെന്ന് പാടിയിട്ട് കാര്യമില്ല. മറ്റു ചില കാര്യങ്ങളോട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ കഷ്ടതയിൽ 1 പ്രാർത്ഥിക്കുക, 2 സഹിക്കുക, അതിനെ നേരിടുക. ഫേസ് ഇറ്റ്. ദൈവസ്നേഹത്തിൽ, കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട്, ദൈവശക്തിയിൽ, വിശ്വാസത്തിൽ. പത്രോസും പറഞ്ഞത് 5-ാം അധ്യായത്തിൽ പത്രോസും പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് അവ കഷ്ടപ്പാടുകൾ പെരുകി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിന്ന, വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി. തൊട്ടതായുള്ള വാക്യത്തോണ്ടല്ലോ, നിങ്ങളെ ശക്തിപ്പെടുത്തും. ദൈവസന്നിധിയിൽ നമുക്ക് കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം എത്രയോ അതിനാനുപാതികമായി കഷ്ടങ്ങളെ നാം സാരമില്ലാതെ നിസ്സാരമായ എണ്ണം നാം അതിനെ നേരിടും. മാത്രമല്ല, നമ്മെ വിളിച്ചിരിക്കുന്ന എന്തിനെന്ന് ഉള്ള ബോധം നമുക്കുണ്ടെങ്കിൽ, ഫിലിപ്പിലെ സഭയോട് പറഞ്ഞല്ലോ, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം സഹിപ്പാനും നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. കർത്താവിന് വേണ്ടി സഹിക്കുവാൻ. അതിനാ വിളിച്ചേ. ഭൂമിയിൽ കുറേ എസ്റ്റേറ്റും വലിയ പേരും വലിയ പെരുമയും വലിയ ആഡംബരവും പ്രൗഢിയും ഒന്നും തരാനല്ല. പുതിയ നിയമത്തിൻ്റെ അജണ്ടയല്ലത്. നിർഭാഗ്യവശാൽ ഇന്ന് ജനത്തെ വലയ്ക്കുന്ന കള്ളന്മാരെ എന്ന് പറയാൻ പാടില്ല, പക്ഷേ പറഞ്ഞു പോകുന്നു. വ്യാജോപദേഷ്ടാക്കൾ പണമുണ്ടാക്കാൻ, സുഖലോലുപരായി ജീവിക്കാൻ വേണ്ടി ദൈവജനത്തെ വളച്ചൊടിച്ച് ജനത്തെ വലയ്ക്കുന്നു. എന്നാൽ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ വിശ്വാസിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കുന്നു. നമുക്ക് വേറൊരു ഭാഗത്ത് കാണുന്നു പത്രോസിൽ. അപ്പോൾ കഷ്ടം സഹിക്കുക. ഞാൻ ശരിക്കും പറഞ്ഞ ആ വാക്കിന് ഞാൻ പറയുന്ന പദം കഷ്ടത്തെ നേരിടുക. ഫേസ് ഇറ്റ്. ഗോലിയാത്ത് ദാവീദിന് നേരെ വന്നു, ഇസ്രായേൽ നിരകൾക്ക് നേരെ അവന് വെല്ലുവിളിച്ചല്ലോ. 40 ദിവസം വെല്ലുവിളിച്ചിട്ടും ഒരെണ്ണത്തിന് മുന്നോട്ട് വരാൻ കഴിഞ്ഞില്ല. എന്നാൽ ദാവീദ് മുന്നോട്ട് വന്നപ്പോഴോ അവനൊരു വാക്ക് പറയുന്നു, ഞാൻ വരുന്നത് നീ നിന്ദിച്ച സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ, ആ ദൈവത്തുള്ള ആശ്രയത്തിലാണ് ദാവീദ് പോയത്. ഇതുപോലെ എന്ത് പ്രശ്നവും ഇപ്പം തീർക്കുമെന്ന് പറഞ്ഞാലും നമ്മുടെ ഉയരത്തിലെങ്കിൽ നാം വിശ്വാസമുള്ളവരെങ്കിൽ ഒന്നും ചെയ്യില്ല. എനിക്ക് സ്ട്രോക്ക് വന്നപ്പോൾ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണെന്ന് പറഞ്ഞ് ഇനി അയാൾ എഴുന്നേൽക്കുകയില്ല, കിടപ്പായിപ്പോയി എന്ന് പറഞ്ഞ് സന്തോഷിച്ച, നാട് മുഴുവൻ പ്രചരിപ്പിച്ച എൻ്റെ ഞാൻ പഠിപ്പിച്ച ആളുകളുണ്ട്, സ്വന്തം ശിഷ്യന്മാരുണ്ട്. അവർ പിന്നീട് എനിക്ക് വിരോധികളായി മാറി. സാരമില്ല, അവർക്കെല്ലാം ഉല്ലാസമായിരുന്നു, കുഴപ്പമില്ല. എന്നോട് വളരെ സങ്കടത്തോടെ എന്നെ കണ്ടപ്പോൾ വന്ന് ചോദിച്ചവരുണ്ട്, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചവരുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ഇപ്പോഴും യാത്ര ചെയ്യാമെങ്കിൽ ബസ്സിലധികം യാത്ര ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, എങ്കിലും ഞാൻ യാത്ര ചെയ്യുന്നു, പ്രസംഗിക്കുന്നു. ചിലപ്പോൾ 2-3 സ്വഭാവങ്ങൾ പ്രസംഗിക്കാൻ കർത്താവിനെ ബലപ്പെടുത്തുന്നു. എൻ്റെ ശക്തിയല്ല, എൻ്റെ മിടുക്കുമല്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക ദൈവമക്കളുണ്ടെന്ന് എനിക്കറിയാം. അത് മാത്രമല്ല, എൻ്റെ കർത്താവിലുള്ള ആശ്രയം. അവൻ എൻ്റെ കൈ 1970 ഓഗസ്റ്റ് മാസം 8-ാം തീയതി പിടിച്ചതാണ്. യോവില് ഇങ്ങനെ പറയുന്നത്, എൻ്റെ കൈ പിടിക്കുവാൻ മറ്റാരുള്ളൂ, എൻ്റെ കൈക്ക് പിടിക്കാൻ വേറെ ആരുണ്ട്. അതുപോലെ എൻ്റെ കൈ പിടിച്ചതാണ് 1970 ഓഗസ്റ്റ് 8-ന്. ഇന്ന് വരെ അവൻ്റെ കരവിനെ നടത്തുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളുകളും അവനെ തേയ്ക്കുമെന്ന ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ അവൻ്റെ നാൾ വരെയും അവൻ തേയ്ക്കും. പൗലോസും തീമോഥെയോസിന്റെ എഴുതി പറഞ്ഞതാണല്ലോ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അതിന് സംശയം ലേശം പോലുമില്ല. അവൻ്റെ ഉപനിധി ആ ദിവസം വരെ ഞാൻ അവൻ്റെ കയ്യിൽ എന്തേൽപ്പിച്ചോ അത് ആ ദിവസം വരെ സൂക്ഷിക്കും എന്ന് ഉറച്ചുമിരിക്കുന്നു. നോക്കണേ, എന്തൊരു ഉറപ്പം.
പൗലോസ് പല രംഗത്തും ആ വിധത്തിൽ ഉറപ്പ് പറയുന്നത്. കാരണം അവനെ വിളിച്ചത് എന്തിനാണെന്ന് അവനറിയാം. അവൻ പറയുന്നല്ലോ, ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗി, അപ്പോസ്തലൻ, ഉപദേഷ്ടാവ്, അങ്ങനെ എന്നെ അവൻ നിയമിച്ചതാ. അവനെ ഞാൻ വിശ്വസിക്കുന്നേ അവസാനം വരെ. അപ്പോൾ എന്നെ വിളിച്ചത് എന്തിനാണെന്ന്, ഞാൻ എന്തായി തീരാൻ വിളിച്ചു എന്ന ബോധ്യം എനിക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആനുപാതിക കഷ്ടം നല്ല സാരമില്ല. ഇന്ന് പറ്റിയിരിക്കുന്നത് ആ ബോധ്യം ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടതാണ്. ഇങ്ങനെ കിടന്ന് ചെഞ്ചലപ്പെടാനും ഭാരപ്പെടാനും കാരണം. ഒരിക്കൽ എനിക്ക് അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എനിക്കൊരു വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായി. എൻ്റെ കയ്യിലുള്ളതല്ല, എൻ്റെ മകൾക്കുണ്ടായതാണ്. ഞാൻ വേറൊരു സ്ഥലത്ത് ഒരു പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക. ഒരു 5-8 കോള് വിളിച്ചിട്ടുണ്ട്. ആ ഫോൺ സൈലൻ്റ് ആയിരുന്നു, ഞാൻ അറിഞ്ഞില്ല. പ്രാർത്ഥന കഴിഞ്ഞ് ഫോൺ എടുത്തപ്പോൾ ഞാൻ അവളെ തിരിച്ച് മകളെ വിളിച്ചപ്പോഴാണ് അവർ പറയുന്നത് സങ്കടത്തോടെ. ഞാൻ എടുത്ത വാക്കി ഞാൻ പറഞ്ഞതാണ്, വലിയ നഷ്ടമാണ്. ആ തുക ഞാൻ വെളിപ്പെടുത്തുന്നില്ല, വലിയ നഷ്ടമാണ്. ഞാൻ ഉടനെ പറഞ്ഞു, മണ്ണാങ്കട്ട പോട്ട് മോളെ, നീ ധൈര്യമായിരിക്കേ, കർത്താവ് നമുക്ക് വഴിയുണ്ടാക്കും. ഒന്നും കണ്ടിട്ടില്ല ഞാനെന്ത് പറഞ്ഞത്, പക്ഷേ കർത്താവ് വഴിയുണ്ടാക്കി. മകളെ ധൈര്യപ്പെടുത്തി, ഉറപ്പിച്ചു. ഞാനൊന്നും നിരാശപ്പെട്ടിട്ടില്ല. കാരണം നമ്മൾ എല്ലാവരും പാടും, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന്. പക്ഷേ പരീക്ഷ വരുമ്പം പരിഹാരം തേടി നാം പരക്കം പായുന്നതാണ് ഇന്ന് കാണുന്നത്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതമായി സഹായിച്ചു. ദൈവം അവൻ്റെ കരുണയിൽ വളരെ വിഷമിക്കേണ്ടതൊന്നുമില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കാര്യങ്ങൾക്കെല്ലാം നീക്കുമൊക്കെ ഉണ്ടാക്കി. എൻ്റെ കർത്താവ് വിശ്വസ്തൻ. അപ്പോൾ വിശ്വാസിക്ക് കഷ്ടത വന്നാൽ 1 അവൻ പ്രാർത്ഥിക്കുക, 2 അവൻ സഹിക്കുക. അത് മാത്രമല്ല, മറ്റു കുറേ കാര്യങ്ങളുണ്ട്. സമയം നീണ്ടു പോകുന്നതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ കഷ്ടം സഹിക്കണമെങ്കിൽ, ഒന്നുകൊണ്ട് ഞാൻ പറയട്ടെ, സഹിക്കുക എന്ന് പറഞ്ഞാൽ ഗതികേട് കൊണ്ട് ഞാനങ്ങ് സഹിച്ചു പോകുന്നു എന്ന് പറയുകയല്ല. അതിനെ അഭിമുഖീകരിക്കുക. എന്തിന്? അതിനെ കീഴ്പ്പെടുത്താൻ. മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ വിഷയത്തുള്ള ബന്ധത്തിൽ തന്നെ കൊല്ലൻ്റെ ആലയിൽ അവനൊരു ആയുധം ഉണ്ടാക്കണമെങ്കിൽ അവൻ ചെയ്യുന്നത് ഒരു ലോഹക്കഷ്ണം എടുത്ത് പല പ്രാവശ്യം ഉരുക്കി, പല പ്രാവശ്യം വെള്ളത്തിൽ വെച്ച്, പല പ്രാവശ്യം അടിച്ച്, വളരെ പണി ചെയ്ത് മാത്രമേ വളരെ 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 ബുദ്ധിമുട്ടി ആ ലോഹക്കഷ്ണത്തെ അവൻ പല രീതിയിൽ ആക്കിയതിന് ശേഷമേ അത് ഒരു ആയുധമാകത്തുള്ളൂ. ഇതുപോലെ യശാപ്രവണത്തിലുണ്ടല്ലോ, ഞാൻ ഇതിനെ പുതിയതും മൂർച്ചയുള്ളതും പലതുമായ മെതിവണ്ടി ആക്കിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആകണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രോസസ്സിൽ കൂടെ കടന്നു പോകണം. അതിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി തീരും. അപ്പോൾ കഷ്ടത വരുമ്പോൾ ഭയന്നോടുകയല്ല, ഉറയ്ക്കുകയല്ല, നിരാശപ്പെടുകയല്ല, രക്ഷപ്പെടാൻ നോക്കുകയല്ല. കഷ്ടതയുടെ നടുവിൽ പ്രാർത്ഥിക്കുക, കഷ്ടതയെ നേരിടുക, അതിനെ സഹിക്കുക. ഒരിക്കലും നഷ്ടമാകത്തില്ല. സഹിക്കണമെങ്കിൽ ദൈവസ്നേഹം നമ്മിൽ വേണം, സഹിക്കണമെങ്കിൽ ആത്മബലം നമ്മിൽ വേണം, സഹിക്കണമെങ്കിൽ വിശ്വാസം നമ്മിൽ വേണം, സഹിക്കണമെങ്കിൽ നമ്മെ എന്തിനായി വിളിച്ചിരിക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഒന്നും ആകസ്മികമായി ഉണ്ടാകുന്നതല്ല, പിന്നെയോ അവൻ്റെ നിർണയത്താലാണ്. ആകയാൽ കഷ്ടം സഹിച്ച കർത്താവിനോടുകൂടി കഷ്ടം സഹിക്കുന്നവരായി നമുക്ക് തീരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കഷ്ടത വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ചിന്തിപ്പാൻ ഇന്ന് പോൽക്കാലം ഞങ്ങളെ സഹായിച്ചല്ലോ. നാഥ, കഷ്ടതയെ നേരിടുവാൻ, ആ സമയത്ത് ദൈവത്തോട് അടുക്കുവാൻ, ദൈവമുഖത്തേക്ക് നോക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, സഹായിക്കണമേ. അതുമാത്രമല്ല, കഷ്ടം സഹിപ്പാൻ നാഥ ഗതികേടുകൊണ്ട് സഹിക്കുന്നതായിട്ടല്ല, അതിനെ നേരിട്ട് അതിൽ അതിജീവന ശക്തിയുള്ളവരെ അതിജീവിപ്പാൻ പ്രാപ്തരാകുന്ന രീതിയിൽ അങ്ങ് ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. നാഥ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് അവിടുന്ന് സംസാരിക്കുമാറാകണമേ. അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക.
ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുവാനാകട്ടെ.